സൗദി, പാകിസ്ഥാൻ, തുർക്കി ഈ മൂന്ന് രാജ്യങ്ങൾ ഒന്നിച്ചാൽ എന്താകും സ്ഥിതി? ഈ രാജ്യങ്ങൾ ശത്രുക്കളായി കാണുന്ന രാജ്യങ്ങളുടെ അവസ്ഥ എന്താകും? ഒരു രാജ്യത്തെ തൊട്ടാൽ എല്ലാവരും കൂടെ തിരിച്ചാക്രമിക്കുമെന്നത് ഉറപ്പാകും. സൗദി അറേബ്യയുടെ സാമ്പത്തിക ശക്തി, പാകിസ്ഥാന്റെ ആണവായുധ ശേഷി, തുർക്കിയുടെ സൈനിക ശക്തി എന്നിവയെല്ലാം ചേർന്ന് ഒരു പുതിയ ഇസ്ലാമിക നാറ്റോ രൂപീകരിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നുവെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്നാൽ ഈ നീക്കം ഇന്ത്യയും ഇസ്രയേലിനെയുമാണ് ലക്ഷ്യം വെക്കുന്നത്. മേഖലയിലെ മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഇത്തരമൊരു നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണം. ഗാസ യുദ്ധം, ഇസ്രയേൽ മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങൾ, ഇസ്രയേൽ ഇറാൻ പോരാട്ടങ്ങൾ എന്നിവ കാരണം മേഖല കൂടുതൽ അസ്ഥിരമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് പാകിസ്ഥാൻ വിലയിരുത്തുന്നു. രാജ്യങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് പ്രവർത്തിക്കുന്നത് അവരെ രാഷ്ട്രീയമായും സൈനികമായും ദുർബലമാക്കുമെന്നും കൂട്ടായ പ്രതിരോധ സഹകരണം അത്യാവശ്യമാണെന്നും പാക് പ്രതിരോധ മന്ത്രി കൂടി പറയുന്നു. കൂടാതെ മറ്റു മുസ്ലിം രാജ്യങ്ങളെ ഇസ്ലാമിക നാറ്റോയിൽ ചേർക്കാനും പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണ് ഇസ്ലാമിക നാറ്റോ എന്നും ഇന്ത്യയും ഇസ്രയേലും ഇത് ഭയക്കേണ്ടതുണ്ടോ എന്നും വിശദമായി നോക്കാം. ഞാൻ ലക്ഷ്മി. ആദ്യം തന്നെ നാറ്റോ എന്താണെന്ന് നോക്കാം. നിലവിൽ 32 രാജ്യങ്ങൾ നാറ്റോയിൽ അംഗമാണ്. നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് കാനഡ, അമേരിക്ക എന്നീ 2 രാജ്യങ്ങളും നാറ്റോയിലുണ്ട്. ഇതോടെ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായി നാറ്റോ മാറി. അംഗരാജ്യങ്ങൾക്കിടയിൽ ജനാധിപത്യം, വ്യക്തിസ്വാതന്ത്ര്യം, നിയമവാഴ്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ് നാറ്റോയുടെ ലക്ഷ്യം. അംഗരാജ്യങ്ങൾ അവരുടെ സൈനിക ശേഷി പങ്കുവയ്ക്കുകയും സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടത്തുകയും ചെയ്യുന്നു. ലോകത്തിലെ പല ചെറിയ രാജ്യങ്ങളും അതിജീവിക്കുന്നത് അവർക്ക് സ്വന്തമായി സൈന്യവും ആയുധങ്ങളും ഉണ്ടായതുകൊണ്ടല്ല, അവ നാറ്റോ സഖ്യത്തിന്റെ ഭാഗമായതുകൊണ്ടാണ്. സാങ്കേതിക വിദ്യകളും ആശയങ്ങളും കൈമാറുന്നതോടെ യുദ്ധച്ചെലവുകളും വലിയ രീതിയിൽ കുറയുന്നു. ഇന്ന് ലോകത്തിൽ ആരും ഭയക്കുന്ന സൈനിക ശക്തിയായി നാറ്റോ മാറിയിട്ടുമുണ്ട്. അങ്ങനെയാണ് സൗദിക്കും തുർക്കിയും അടങ്ങുന്ന ഇസ്ലാമിക രാജ്യങ്ങൾക്ക് ഒരാശയം ഉരുത്തിരിഞ്ഞു വരുന്നത്. പണവും സൈനിക ശേഷിയും സാങ്കേതിക വിദ്യയുമുള്ള 3 രാജ്യങ്ങൾ എന്തുകൊണ്ട് ഒരുമിച്ച് നിന്നുകൂടാ എന്നത്. ഒടുവിലെത്തിയത് ഇസ്ലാമിക നാറ്റോ എന്ന ആശയത്തിലാണ്. ഈ പുതിയ കരാറിൽ ഓരോ രാജ്യങ്ങൾക്കുമായി പ്രത്യേക ചുമതലകളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം. എങ്ങനെയാണ് സൗദി ഇതിൽ പങ്കാളിയാകുന്നത് എന്ന് നോക്കാം. സൗദി അറേബ്യ സാമ്പത്തികമായിരിക്കും സഹായം ചെയ്യുന്നത്. ഇതിലേതെങ്കിലും രാജ്യങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടായാൽ സാമ്പത്തികമായി ആ രാജ്യത്തിന് സൗദി സഹായം നൽകും. പാകിസ്ഥാൻ ആണെങ്കിൽ അവരുടെ സൈനിക ശേഷിയാകും നൽകുക. ആണവായുധ ശേഷിയും ബാലിസ്റ്റിക് മിസൈൽ സാങ്കേതിക വിദ്യയും മനുഷ്യവിഭവശേഷിയുമാകും പാകിസ്ഥാൻ നൽകുക. തുർക്കി അവരുടെ സൈനിക വൈദഗ്ധ്യവും ആഭ്യന്തര പ്രതിരോധ വ്യവസായവും സഖ്യത്തിന് ലഭ്യമാക്കും. 3 രാജ്യങ്ങളും ഇതിനകം തന്നെ ഏകോപനം ശക്തമാക്കിയിട്ടുണ്ട്. അങ്കാറയിൽ വെച്ച് ഈ 3 രാജ്യങ്ങളും തങ്ങളുടെ ചരിത്രത്തിലെ ആദ്യത്തെ സംയുക്ത നാവിക യോഗം ചേർന്നിരുന്നുവെന്നും തുർക്കി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കൂടാതെ പാകിസ്ഥാൻ മറ്റ് മുസ്ലിം രാജ്യങ്ങളെ കൂടി ഇതിലോട്ട് ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. പാകിസ്ഥാനുമായുള്ള തുർക്കിയുടെ പ്രതിരോധ ബന്ധം വളരെ ശക്തമാണ്. അങ്കാറ പാകിസ്ഥാൻ നാവികസേനയ്ക്കായി കോർവെറ്റ് യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്നുമുണ്ട്. കൂടാതെ പാകിസ്ഥാന്റെ ഡസൻ കണക്കിന് F-16 പോർ വിമാനങ്ങൾ ആധുനികവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യയും പാകിസ്ഥാനും വളരെ കാലമായി സൈനിക പരിശീലനം ഉൾപ്പെടെയുള്ള അടുത്ത സൈനിക ബന്ധം നിലനിർത്തിയിട്ടുമുണ്ട്. സമീപ വർഷങ്ങളിൽ തുർക്കി ഇരു രാജ്യങ്ങളുമായും പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ഈ 3 രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം സവിശേഷമാണ്. കാരണം ഓരോന്നിനും വ്യത്യസ്തമായ ശക്തികളുണ്ട്. അതായത് പരസ്പരം പോരായ്മകൾ പൂരകമാക്കാൻ അവർക്ക് കഴിയും. ലോകത്തിലെ ആദ്യ 20 സാമ്പത്തിക ശക്തികളിൽ ഒന്നായ സൗദി അറേബ്യ കൂട്ടായ്മയ്ക്ക് സാമ്പത്തിക സഹായം നൽകാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ആണവായുധവുമായുള്ള ഏക മുസ്ലിം രാജ്യമായ പാകിസ്ഥാൻ ആണവായുധങ്ങളും ബാലിസ്റ്റിക് മിസൈലുകളും സൈനിക പിന്തുണയും നൽകും. തുർക്കി തങ്ങളുടെ സൈനിക സാങ്കേതിക വിദ്യയും അനുഭവ പരിചയവും പങ്കുവയ്ക്കും. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോയിൽ അംഗമായ തുർക്കിക്ക് അമേരിക്ക കഴിഞ്ഞാൽ നാറ്റോയിൽ ഏറ്റവും വലിയ 2ാമത്തെ സൈന്യമുണ്ട്. മികച്ച ഡ്രോൺ സംവിധാനങ്ങൾ തുർക്കിക്കുണ്ട്. 5ാം തലമുറ വിമാന യുദ്ധ ഖാൻ പദ്ധതിയിൽ പങ്കാളികളാകാൻ തുർക്കി പാകിസ്ഥാനെ ക്ഷണിച്ചതായി നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള 4 ദിവസത്തെ സൈനിക സംഘർഷം അവസാനിച്ചതിന് പിന്നാലെയാണ് 3 രാജ്യങ്ങളും തമ്മിൽ പ്രതിരോധ ചർച്ചകൾ നടക്കുന്നത്. 2025 മെയ് മാസത്തിൽ ഇന്ത്യയിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ യുദ്ധ സമയത്ത് പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നതിൽ തുർക്കി സജീവമായി പങ്കുവഹിച്ചിരുന്നു. എന്തായാലും പുതിയ നീക്കങ്ങൾ ഇന്ത്യ വളരെ ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത്. ഈ കരാർ യാഥാർത്ഥ്യമായാൽ സൗദി അറേബ്യ, പാകിസ്ഥാൻ, തുർക്കി രാജ്യങ്ങൾ ചേർന്നൊരു ശക്തമായ കൂട്ടായ്മ രൂപീകരിക്കും.
സൗദി അറേബ്യയും തുർക്കിയും സുന്നി ഭൂരിപക്ഷ രാജ്യങ്ങളാണ്. പലപ്പോഴും മറ്റ് സുന്നി മുസ്ലിം രാജ്യങ്ങളുടെ നേതൃത്വത്തെ ചൊല്ലി ഇരുവർക്കുമിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും സമീപ വർഷങ്ങളിൽ സാമ്പത്തിക വ്യാപാര പങ്കാളിത്തത്തിലൂടെ ബന്ധം മെച്ചപ്പെടുത്തിയിട്ടുമുണ്ട്. ജനുവരി 8-ന് ഇരു രാജ്യങ്ങളും നാവിക സഹകരണത്തെക്കുറിച്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ലോകരാജ്യങ്ങൾ സ്വീകരിക്കുന്ന നിർണായക നിലപാടുകൾ, അമേരിക്കയുടെ മാറിക്കൊണ്ടിരിക്കുന്ന നിലപാടുകൾ, മിഡിൽ ഈസ്റ്റിലെ സുരക്ഷാ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഇസ്ലാമിക് നാറ്റോ എന്ന കൂട്ടായ്മ രൂപീകരിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. ഈ കൂട്ടായ്മ രൂപീകൃതമാകുകയും മറ്റു മുസ്ലിം രാജ്യങ്ങൾ പങ്കാളികളാകുകയും ചെയ്താൽ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് തന്നെയാണ് ഇത് വലിയ ഭീഷണിയാകുന്നത്.